ഹായ്, നമുക്കിന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള കായ വറുത്തത് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും മണവും രുചിയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ചിപ്സിന് തന്നെയാണ്. തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കറുമുറ കഴിക്കാൻ പറ്റുന്ന കായ വറുത്തത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. ഇത് വിളഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒട്ടും പഴുത്തിട്ടില്ല. ഇത് ഞാൻ കഴുകി തുടച്ചു വെച്ചിരിക്കുന്നതാണ്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. എണ്ണ തേച്ചാൽ കായ മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കറയൊന്നും നമ്മുടെ കയ്യിൽ പിടിക്കില്ല. ഇനി ഓരോ കായ എടുത്തിട്ട് അതിൻ്റെ മോൾഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് മോളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ മുറിച്ചു കൊടുക്കുക. എന്നിട്ട് കത്തി വെച്ചിട്ട് അതിൻ്റെ തോലിളക്കി കളയുക. നമ്മൾ സാധാരണ കപ്പയൊക്കെ തൊലി കളയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാത്തിൻ്റെയും തോല് കളഞ്ഞെടുക്കുക. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ഞാനിവിടെ 4 കപ്പോളം വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂട്ടണം. നമ്മൾ കായ മുങ്ങിക്കിടക്കുന്ന അളവിൽ വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇത് വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോൾ ഈ കായയുടെ കറയൊക്കെ ഒന്ന് മാറി വരും. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റാം. വെള്ളത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാം. വെള്ളം ഒട്ടും ഇല്ലാതെ തുടച്ചെടുക്കണം. ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂ കൊണ്ടോ നന്നായിട്ട് തുടച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്രേറ്ററിൻ്റെ ഈ വലിയ ഭാഗം ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണുമ്പോൾ ഡയറക്റ്റ് എണ്ണയിലോട്ടായിരിക്കും ഗ്രേറ്റ് ചെയ്തിടുന്നത്. അതിന് നല്ല സ്പീഡ് വേണം. നമ്മളെപ്പോലെ പതുക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യമായിട്ട് ചിപ്സൊക്കെ കരിഞ്ഞു വരും. അപ്പം അതിനേക്കാൾ എളുപ്പം നമുക്ക് ആദ്യം എല്ലാം ഗ്രേറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. ഞാനിത് ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ വെച്ച് ഗ്രേറ്റ് ചെയ്യണതുകൊണ്ടാണ് പാടായിട്ട് തോന്നുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാം. ഇനി ഒരു പകുതി ഗ്ലാസ് വെള്ളം എടുക്കുക. ഇത് 250 ml ഗ്ലാസ് ആണ്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കണമെങ്കിലേ അതേ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ മാത്രമല്ല ബനാന ചിപ്സ് ഉണ്ടാക്കുന്നത്, വേറെ സ്റ്റേറ്റുകാരൊക്കെ ഉണ്ടാക്കും. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റും മണമൊന്നും അതിനില്ലാത്തതിൻ്റെ കാരണം ഈ വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കിയെടുക്കുക. തീ ഹൈയിലോട്ട് ഇടരുത്. എണ്ണ ചൂടായിട്ട് വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം കായ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട്. പുക വരുന്ന രീതിയിൽ എണ്ണ ചൂടാക്കി എടുക്കണ്ട. എന്നാലും നമ്മൾ കായ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് കരിഞ്ഞു പോവും. തീ മീഡിയത്തിൽ ഇട്ട് തന്നെ നമുക്ക് കായ വറുത്തെടുക്കണം. തീ സിമ്മിലും ആവരുത്, ഹൈയിലും ആവരുത്. സിമ്മിലായി പോയാൽ കായ ഒരുപാട് എണ്ണ കുടിക്കും. ഹൈയിലായി പോയാൽ പുറമേ നല്ല മുരിഞ്ഞൊക്കെ വരും. പക്ഷേ നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞ് പൊട്ടിച്ച് നോക്കുമ്പോൾ അകം ഒന്നും വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പം മീഡിയത്തിലിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നാലേ മോൾഭാഗവും താഴ്ഭാഗവും ഒരുപോലെ മുരിഞ്ഞ് കിട്ടുള്ളൂ. ഒരു 5-10 മിനിറ്റ് എടുക്കും ഇതൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. റെഡിയായിട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ആദ്യം കായ ഇട്ട സമയത്ത് നല്ല പോലെ പതയില്ല, അത് കുറഞ്ഞും വരും. പിന്നെ നമ്മൾ തവി കൊണ്ട് ഇളക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുള്ള സൗണ്ട് കേൾക്കാനും പറ്റും. ക്രിസ്പിയായി വന്നാൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കലക്കി വെച്ചതിന് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എണ്ണയിലോട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, പൊട്ടിത്തെറിക്കും. അപ്പോൾ സൂക്ഷിച്ച് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 പിടിയോളം ചിപ്സാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ആ അളവിലാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചത്. അപ്പോൾ കൂടുതൽ അളവ് കായ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക. എങ്കിലേ ഉപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വറുക്കുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് ഒഴിക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ അത് നിൽക്കുന്ന വരെ നമ്മളിത് വറുത്തെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടായിരുന്നതൊക്കെ പോയിട്ടുണ്ട്. ചിപ്സ് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം.
കൂടുതലുള്ള എണ്ണ തോർന്നു വരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ടോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂലോട്ടോ വല്ലോ നമുക്ക് കോരി വയ്ക്കാം. ഇതുപോലെ തന്നെ എല്ലാം വറുത്തെടുക്കുക. അപ്പം ഞാൻ മൊത്തം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കായ വറുത്തതാണ്. ഇതിൽ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? പൊട്ടിച്ച് കാണിച്ചു തരാം. ടേസ്റ്റി ആയിട്ടുള്ള കായ വറുത്തത് തയ്യാറായിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ സദ്യക്കൊക്കെ ഇനി പുറത്തുനിന്ന് വാങ്ങണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിൽ അടച്ചിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കായ വറുത്തത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.